സൂപ്പർ ഷോ എന്ന് പറയുന്ന ആ ഒരു ഷോന്റെ വലിപ്പം നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ തുടങ്ങുകയാണ്. സി കേരളം അവതരിപ്പിക്കുന്ന സൂപ്പർ ഷോ. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന മിമിക്രി മത്സരം ആരംഭിക്കുകയാണ്. ജഡ്ജസ് പ്ലീസ് നോട്ട്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കേ. ചെസ് നമ്പർ 512. ദിലീപേട്ടാ, പെട്ടെന്ന് ഈ ചെസ് നമ്പർ വിളിച്ചപ്പോ എന്തെങ്കിലും ഓർമ്മ വന്നോ? കലോത്സവം, സ്റ്റേജ്, ഞാനൊരു 2 വർഷം പിന്നിലേക്ക് പോയി. കോളേജ് പഠിക്കുന്ന കാലത്ത്. അതായത് 18 വയസ്സെത്തിയപ്പോ 2 വർഷം, ജസ്റ്റ് 2 years ബിഫോർ. എന്നിട്ട് അപ്പൊ ഞാൻ പിന്നെ അയവർക്കാരുടെ ടൈമിന് മുമ്പ് എന്നെ അടുത്ത് ചോദിച്ചു. മുന്നിലേക്ക് വന്നല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറെ പറയാനുണ്ട്. എനിക്കൊരു അവസരം തരൂ. ഞാനേ കണ്ടിട്ടുള്ളൂ, ഞാൻ അറിഞ്ഞിട്ടുള്ളൂ എന്ന് നവ്യ ചേച്ചി അല്ലേ? അല്ലല്ല, യു ആർ വെരി ഫേമസ് ഫോർ ദിസ് യൂത്ത് ഫെസ്റ്റിവൽ. നോ? അതെ അതെ, എന്നെ നാട്ടുകാരെല്ലാം കൂടെ ഫേമസ് ആക്കി. എന്തോരം വഴക്കുകളൊക്കെ കഴിഞ്ഞ് അച്ഛനമ്മയൊക്കെ ഒരുമിച്ച്. അതെ അതെ, ഫ്രണ്ട്ഷിപ്പ്. കേക്കട്ടെ. ഒന്നുമില്ല, കലോത്സവം എന്ന് പറയുമ്പോൾ സന്തോഷമുള്ളൂ. ചെസ് നമ്പർ ഒക്കെ വിളിക്കുമ്പോൾ നമ്മൾ ബാക്ക് സ്റ്റേജിൽ നിന്നിട്ട് ടെൻഷൻ അടിക്കുന്ന ഒരു മൊമെന്റ് ആണ് ഓർമ്മ വന്നത്. അവാർഡിന് വേണ്ടിയിട്ട്, സമ്മാനത്തിന് വേണ്ടി, പ്രൈസിന് വേണ്ടിയിട്ടുള്ള കലാതിലക ആവാനുള്ള തല്ലൊക്കെ. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള പരിപാടിക്ക് തുടക്കം കുറിച്ച് വെച്ചത് ഞാനാണ്. മിമിക്രി മത്സരം ആരംഭിക്കുകയാണ്. അതെ, ആരംഭിക്കാം. മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ റെഡി ആയിക്കുക. വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കണ്ടസ്റ്റന്റിന്റെ കൂടെ ആരാത്? അമ്മാവനാന്ന് തോന്നുന്നു. അതായത് ഈ കലോത്സവ വേദി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ കയറി വന്നത്. കലോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എനിക്ക് പ്രാന്ത. മറ്റേ ബോംബെയിലെ ചാകരക്കാര എന്റെ ഒന്ന് കലോത്സവം എന്ന് പറഞ്ഞ് കലോത്സവം എന്ന് പറഞ്ഞില്ലെങ്കിൽ നിനക്ക് പ്രാന്താണോ? അല്ലെന്ന് വന്ന കാര്യത്തിലേക്ക് ശബ്ദം അനുകരിക്കലാണ്. ഞെട്ടും. ഇവര് സിനിമയിലേക്ക് ഫസ്റ്റ് തന്നെ സിനിമയിലേക്ക് കയറാനുള്ള പരിപാടിയായിരുന്നു. പക്ഷെ നമുക്കൊരു കീഴ്വഴക്കം. ഒരു യുവജനോത്സവത്തിൽ നിന്നൊക്കെയാണല്ലോ ചില നടിമാരൊക്കെ നമ്മൾ സിനിമയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഇവരെയും അതിലൂടെ തന്നെ കൊണ്ടുപോകാൻ പ്രോട്ടോകോൾ തെറ്റിക്കണ്ട. ദിലീപേട്ടാ, അല്ല ഇവിടെ വെറുതെ സമയങ്ങളുടെ ആവശ്യമുണ്ട്. ഒരുപാട് പെർഫോമൻസ് ഇവര് ചെയ്യാനുണ്ട്. ഡിജെയുടെ പെർഫോമൻസ് ഉണ്ട്. അല്ല, അവര് മുമ്പിൽ വന്നതല്ലേ, അവരെ പെർഫോമൻസ് നമുക്ക് ഇത്രയും ആൾക്കാർക്ക് കാണാൻ ആഗ്രഹമില്ലേ? പിന്നെ നിങ്ങളുടെ സംസാരം കലാപരിപാടി അവതരിപ്പിക്കാൻ അങ്ങനെ പ്രായത്തിന് ഒരു ലിമിറ്റേ അല്ല. അതെ, ആ ഒരു വിഷയമില്ല കേട്ടോ. ഒരു കാര്യം ചെയ്യാം, കലാകാരന്മാർക്കൊന്നും പ്രായമില്ല. കണ്ടില്ലേ? 35, 28, 28, 18. സോറി, എന്തിനാ കുറേ? 18 അറിയുന്നു. ഞാൻ 18. ഇവർക്ക് 35, എനിക്ക് 18 അല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ജനിച്ചിട്ടേ ഇല്ല. ശരി. അല്ലേ, ഒരു അവോയ്ഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആരെ? എന്തോ ഒരു കലാകാരോട് സംസാരിക്കാൻ പറഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. പെട്ടെന്നാവട്ടെ, കല്ല് ചൂടായിരിക്കുന്നു. പെട്ടെന്നാവട്ടെ. ഓക്കെ, ജഡ്ജസ് പ്ലീസ് നോട്ട്. ചെസ് നമ്പർ 522. സരിത എന്നാണ് പേര്, കാസർഗോഡ്. എന്റെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് കാവ്യ മാധവന്റെ ഒറിജിനൽ വോയിസ് ആണ്. ഇത് കലക്കും. വീട്ടിലും കാവ്യ, ഷൂട്ടിലും കാവ്യ, മൊത്തത്തിൽ കാവ്യയാണല്ലോ. ഇന്റർവ്യൂലുള്ള ഒരു വോയിസ് ആണ്. ഇന്റർവ്യൂ വോയിസ്. ദിലീപേട്ടന്റെ അടുത്ത് ദേഷ്യപ്പെടുമ്പോ വരുന്ന വോയിസ്, ഇങ്ങനത്തേക്കുള്ള വോയിസ്. ഒറിജിനൽ ഞങ്ങൾ കേൾക്കാൻ പോവാ. അപ്പൊ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കാവ്യയുടെ മുമ്പിൽ ഒന്ന് ഈ ഒരു ഡയലോഗ് പറയണമെന്ന് വലിയൊരു ആഗ്രഹം. ചെന്നൈയിൽ പോവാം. അടൂർ സാറിന്റെ പടത്തിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ്. എനിക്കങ്ങനെ ഒരവസരം വന്നപ്പോൾ അതെനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായി. ആദ്യത്തെ സിനിമയിൽ 4 പെണ്ണുങ്ങൾ എന്ന് പറയുന്ന സിനിമയിൽ 4 കഥകളിൽ ഒരു കഥയിലെ ഒരു കുഞ്ഞു കഥാപാത്രമായിരുന്നു. ഈ സിനിമയിൽ ഒരു ലീഡ് റോൾ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. വളരെയധികം സന്തോഷമുണ്ട്. ദിലീപേട്ടൻ ഇനി അല്ലാന്ന് പറഞ്ഞാലും നമ്മൾ വിശ്വസിച്ചു തരില്ല. കൂട്ടത്തിലൊരാള് ഓഡിയൻസിൽ അല്ലെങ്കിൽ പവർ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന ഒരാൾക്ക് ഈഗോ അടിച്ചിട്ട് വയ്യ. ആകെ കയ്യിലുള്ള ഒരു ഐറ്റം ആ കാവ്യ മാധവനായിരുന്നു. അതും പോയി. ആരായിരുന്നു? അനുമോളനിക്കുട്ടി. മാർക്കറ്റ് വാല്യൂ ഇടിഞ്ഞോ? ദിലീപേട്ടാ, ഓർമ്മയുണ്ടോ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പിന്നോട്ട് പോവാണെങ്കിൽ ഈ അനുക്കുട്ടിയെ പരിചയപ്പെട്ടപ്പോ അന്ന് അനുക്കുട്ടി വീഴ്ത്താൻ നോക്കിയതാ കാവിച്ചിയുടെ ശബ്ദം എടുത്തിട്ടാ. ഓർമ്മയുണ്ട്? ഒരിക്കലും മറക്കില്ല അല്ലേ? കാണിക്കണോ? ഒരു കോമ്പറ്റീഷൻ ഏറ്റേക്ക് എടുക്കാം, ഔട്ടായിക്കോളും. അല്ല, അവര് തമ്മിലൊന്ന് പറഞ്ഞു നോക്കിക്കോട്ടെ വേണേ. ഓക്കെ, വിത്ത് ഫിഗർ ആവാൻ ചേട്ടാ. കാവ്യ മാധവൻ ഒന്നും കൂടെ ഇറങ്ങി വരൂ പ്ലീസ്. വീഴല്ലേ എന്റെ അമ്മേ, ദൈവമേ.
ഓക്കെ ദിലീപേട്ട, ഓക്കെ. ദിലീപേട്ടന് ഇന്നീറിൽ പറയാ ഇപ്പൊ ചെയ്യണ്ട, മൂഡ് പോയി, പിന്നെ വരാൻ പറയാ. എന്നോട് കുറച്ച് വെറുതെ ലക്ഷ്മിനെ ശ്രദ്ധിക്കണേ. ഇതുപോലെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയും. ഇപ്പോഴെനിക്ക് മൂടായി. എന്നാ കാണാം, കാണിച്ചു തരാം അല്ലേ? അല്ല, ആ മൂഡ് ഇപ്പൊ പോവും. എന്നാലും ഇത് എന്നോട് വേണ്ടായിരുന്നു ദിലീപേട്ടാ. ഇത് നമ്മളടുത്ത് വേണ്ടത്. ഇതാരാന്ന് പറഞ്ഞേ? ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. ശരിയായില്ലേ? കുറച്ചെങ്കിലും ശരിയായില്ലേ? എനിക്ക് അത് മതി. അവിടെ ചോദിക്കൂ, ഒറിജിനൽ ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിക്കൂ. കുറച്ചെങ്കിലും ശരിയായില്ലേ ചേട്ടാ? മൂഡ് എന്തായിരുന്നു എന്നാ പറഞ്ഞേ? അല്ല ദിലീപേട്ടൻ പറഞ്ഞു അടൂർ ബാസി കലക്കിയത്. ഈ മനസ്സ് ഞാൻ വായിച്ചു കഴിഞ്ഞു. കുട്ടി വന്നോളൂ, അവിടെ ഇരുന്നോളൂ. നല്ലൊരു കൈയും കൂടെ കൊടുക്കും. അപ്പോഴേ പറഞ്ഞില്ല ഞാൻ വരുന്നില്ല. ലോഞ്ചിങ് എപ്പിസോഡല്ലേ, ഞാൻ വിളിച്ചാലും വരരുതായിരുന്നു. പോയിരിക്കും. വേണ്ട, അവിടെ എടുത്തോണ്ട് ഇവിടെ എടുത്തിക്കോ. എന്തിനാണ് അവിടെ പോയിരുന്നത്? വെറുതെ അവിടെ സാധനം അല്ല, ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി. ഇങ്ങനെയാണെങ്കില് അനുവിനെ നമ്മളിനി പഠിപ്പിച്ചിട്ടേ നമ്മൾ മുന്നോട്ട് പോകുന്നുള്ളൂ. അടുത്ത സ്റ്റേജിൽ ദിലീപേട്ടൻ വരുമ്പോ ഞെട്ടണം. ചേച്ചി ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ചേച്ചി തന്നെ പോകും ചെന്നൈയിൽ. അടുത്തത് മീര ജാസ്മിൻ. കൊടുക്കാനുള്ള കാശിന്റെ കണക്കിന് മാത്രം കണക്ക് പറയുന്ന ആൾക്കാരുണ്ട്. കടം കൊടുക്കുമ്പോ രേഖ വേണം. അതിനാ ജില്ലാ ജഡ്ജിയുടെ കൺമുമ്പ് തന്നെ എഴുതി വെക്കണത്. ദേ അവരടുത്ത് ഇവരടുത്തൊക്കെ പറഞ്ഞ് ഉഴപ്പിയാലുണ്ടല്ലോ. അതൊക്കെ പോട്ടെ, എന്റെ കാശ് ഇപ്പൊ തരൂ. ഒരു രക്ഷയില്ല, അടിപൊളി. അടുത്തത് വെള്ളാപ്പള്ളി നടേശൻ സാറ്. ഞാനത് പഠിച്ചത് സുരാജ് സാറിന്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ആ ശബ്ദം ഞാൻ പഠിച്ചത്. ശരി, അനു എന്നെ പിച്ചിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ അനുവും ചെയ്യുന്ന ഞാൻ ചെയ്തിട്ട് ചെയ്യാം. പിന്നെ നാണങ്ങളുണ്ടല്ലോ. ഇല്ല, പറ്റില്ല. ഒരു ജാതി ഒരു മതം. അയ്യോ, ഒരു ജാതി. സോറി, മൂഡ് കളയരുത്. ആ ചേച്ചിനെ തെറ്റിക്കല്ലേട്ടാ. അതാരാ? ദിലീപേട്ടൻ. ഞാനൊന്നും മിണ്ടിയില്ല. നവ്യാന്ന് തോന്നുന്നു. അതായത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. അപ്പൊ ഈ ജാതി എന്താണെന്ന് ചോദിച്ചാൽ ഞാനും ആ ചങ്ങനാശ്ശേരി സുകുമാരനുമായിട്ടൊരു യോഗം കൂടെ അതിനുശേഷം പ്രഖ്യാപിച്ച ജാതി. അതായത് ഒരു ദൈവം പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ. ഏതാണ് ആ ജാതി എന്നുള്ള കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും ചങ്ങനാശ്ശേരി സുകുമാരൻ ചേട്ടനുമായിട്ട് ഒരു യോഗം കൂടുന്നുണ്ട്. അതിനുശേഷം പ്രഖ്യാപിക്കും അത് ഏത് ജാതി. ചേച്ചി ഇതന്നെയാണോ കേട്ടുപിടിച്ചത്? അതെ, ഇത് തന്നെ. ഇനി നമുക്ക് ഈ ചേച്ചിയുടെ ഒരു പെർഫോമൻസിലേക്ക് ആദ്യം ചേച്ചി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഞാൻ അംബിക, കാസർഗോഡ് തന്നെയാണ്. ഞാൻ നാസിക നാദവിസ്മയാണ് ചെയ്യുന്നത്. അതായത് വീണയുടെ സൗണ്ട് മൂക്കിലൂടെ ചെയ്യുന്നു. ഓ, വീണയുടെ ശബ്ദം മൂക്കിലൂടെ. നടി വീണയുടെ സൗണ്ടോ? എന്താ പറഞ്ഞേ? അവിടുന്ന് എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ. വീണ വിഴുങ്ങിയ ആളാണെന്ന് ഞാനാണ് പറഞ്ഞത്. ഒരു മനുഷ്യൻ എന്തോരം നേരം പുഴുങ്ങിയിരിക്കണം, എന്തിനും പറയണ്ടേ? അദ്ദേഹത്തിന് ഒരു കൈയടി കൊടുക്കും. അദ്ദേഹത്തിന് പച്ചലാച്ചയിട്ട കാവ്യമാധവന് വെള്ളം വല്ലതും കൊടുക്കൂ. പാവാ കുട്ടി ഒന്ന് ക്ഷീണിക്കുകയാണ്. കാവ്യമാധവന് വീട്ടിൽ പോണെന്ന്. അല്ല, അത് അനുഭവിക്കുന്നതൊക്കെ കേട്ട് അനുഭവിക്കണം. അവിടെ നിർത്തിയാൽ ശരി. ഇനി ചേച്ചി അടുത്തത്.
താങ്ക് യു ചേച്ചി പാടാനേ നല്ല കഷ്ടമുള്ള ഒരു പാട്ടാണ്. അപ്പൊ പിന്നെ അതിങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റിന്റെ വേർഷനിൽ ചെയ്യാൻ അതിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ്. നന്നായി ചെയ്തു കേട്ടോ. താങ്ക് യു സൂപ്പർ. ചേച്ചി ഇനി എന്താ ചെയ്യാ? നവ്യ നായർ. നവ്യ നായരെ ചെയ്യാൻ പോവാ. ഒരു സംഭവം ഉണ്ട് അങ്ങനെയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നവ്യ നായരെ ശബ്ദം അനുകരിക്കുമ്പോ നമ്മുടെ വീണയും കയറും അതിനകത്ത്. ശരി, ബാക്കപ്പായിട്ട്. ഓക്കെ. സിനിമ കയറാനാണ് ഗീച്ച്. മനുവേട്ടാ, ഞാൻ കണ്ടു, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. മനുവേട്ടാ, ഞാൻ കണ്ടു, ഉണ്ണിയേട്ടനായിട്ട് വന്നത് ഞാൻ കണ്ടു. മനുവേട്ടാ, നന്നായിരുന്നു. ഇവർ രണ്ടുപേരോട് ചേർന്ന് വന്നേക്കാണല്ലേ, രണ്ടുപേരുടെ മ്യൂസിക് ഒക്കെ കേട്ടേ. നവ്യ നായർക്കൊരു തിരിച്ചടി ആയിരിക്കുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യണ്ടേ? നവ്യം കൊണ്ട് ഈ ഡയലോഗ് പറയിപ്പിക്കണ്ടേ? ഇതിപ്പോ ഏത് ഒറിജിനൽ ഞങ്ങൾക്ക് മനസ്സിലാവണ്ടേ? അല്ലെ ഏതാ ശരിന്ന് അറിയാലോ നമുക്ക്. മനുവേട്ടാ, ഉണ്ണിയേട്ടനായിട്ട് വന്നത് ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. മനുവേട്ടാ, എത്ര വർഷം കഴിഞ്ഞാലും വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നും. അതെ ദിലീപേട്ടാ, ഇപ്പൊ ശരിയായോ? ശരിക്കും ശരിയായോ? കറക്റ്റാ, നവ്യയുടെ വോയിസ് തന്നെയത്. ശരി. കൽപ്പന ചേച്ചി. കൽപ്പന ചേച്ചി അടിപൊളി. ഞാൻ 5 പേരെ പ്രേമിച്ചിട്ടുണ്ട്. SSLCക്ക് 2, പീഡികയ്ക്ക് 2, നാട്ടിലൊന്ന്. ഒരു ക്രിസ്ത്യാനി, ഒരു മുസ്ലിം, 3 ഹിന്ദുക്കളും. അതിൽ 2 പേര് എന്നെ വഞ്ചിച്ചു, 3 പേരെ ഞാനങ്ങ് വഞ്ചിച്ചു. സൈക്കോളജിസ്റ്റ് ഒന്നും ആയില്ലെങ്കിലും കറസ്പോണ്ടൻസ് കോഴ്സിൽ ഹിപ്നോട്ടിസം ചെയ്തവളാ ഞാൻ. അടിപൊളിയായിരുന്നു. കൂടി കേറിപ്പോയി അതിലേക്ക്. കൽപ്പന ചേച്ചിയുടെ കൂടെ ബിന്ദു പണിക്കരോടി വന്നു. ബിന്ദു പണിക്കര് കേരള ഹോൾസെയിൽ ഉണ്ട് ഇവിടെ. ഒന്ന് ആ ഹോൾസെയിൽ ഒന്ന് പോരട്ടെ, റീറ്റെയിൽ ആയിട്ട്. എടാ അശോക, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതങ്ങനെ അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. നിഷ സാരംഗ്. ഇതെന്താ ബാലു ഇത്? 8, 9? കേശോ, നിന്നോട് അവിടെ പോയി ഇരിക്കല്ലെന്ന് പറഞ്ഞത്. അവിടേക്ക് എന്തെങ്കിലും ഉണ്ടാവും. വിഷ്ണു, സൂപ്പർ. ഇതിൽ നിഷ തന്നെ ഉള്ളൂ. ഇനി ആരാ ചെയ്യാൻ പോണേ? നമിത പ്രമോദ്. ആരാ ചെയ്യാൻ പോണേ ചേച്ചി? അങ്ങനെ ഒരിക്കലും കേറില്ല എന്നൊന്നും പറഞ്ഞില്ല. കൊട്ടും കൊരവയും ഡാൻസും പാട്ടും ഒക്കെ ആയി ഒരു ആപ്ലിക്കേഷൻ പോസ്റ്റ് ചെയ്തില്ലേ? അതിന്റെ കാര്യത്തിലൊരു തീരുമാനമാവട്ടെ. അപ്പോ ഈ ഊരൂന്റെ പുറകിലിരുന്ന് ദുബായ് കടപ്പുറം വഴി കാലിഫോർണിയയിലേക്ക് പോവാം. അടിപൊളി. ഓക്കെ, ഇനി നേരെ ചേച്ചിയിലേക്ക് വരാണ്. കാന്താര മ്യൂസിക് ചെയ്യാം. ഫസ്റ്റ് ടൈം ആണ് അല്ലേ? ലക്ഷ്മി, സംഭവം സുരാജേട്ടൻ നാദസ്വരത്തിന് തകില് വായിക്കും. നാദസ്വരം നമ്മുടെ ചേച്ചി വായിക്കും. ഓ ശരി, അപ്പൊ രണ്ടുപേരുടെയും കൂടെ ഒരു പെർഫോമൻസ്. ഇങ്ങനെ മറ്റുള്ളവർക്ക് വഴി വെട്ടി കൊടുക്കുന്ന ആൾക്കാർ ഭയങ്കര കലാകാരന്മാരാവുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. നടക്കൂ, വരൂ. എക്സ്ക്യൂസ് മീ, വെയിറ്റ് ആൻഡ് സീ. ഒരു ലാലേട്ടൻ, ഈ പാനലിന്റെ കൂടെ ഒരു ലാലേട്ടൻ ഇവിടെ എവിടെയോ കിടന്ന് ഇങ്ങനെ നടക്കാന്ന് അറിഞ്ഞു. ഇന്ന് എന്റെ ടോൺ മമ്മൂക്കടി കിടക്കണേ. സംഗീതം അലഞ്ഞിട്ടുണ്ട്, അതും തേടി. നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രം എന്നെ കിടക്കുന്നവന് ഒരു വെളിപ്പാടുണ്ടാവുന്നു. എന്താ? ഗ്വാളിയറിലേക്ക് വെച്ച് പിടിപ്പിക്കാൻ. എന്തിനാ? ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം. ഗ്വാളിയർ ഖൊരാന മാജിക് പീകോക്കിനെ കുറിച്ച് അറിയാൻ ചെന്നപ്പെട്ടത് ഒരു പഴയ സിംഹത്തിന്റെ മടയിൽ. ഉസ്താദ് ബാദുഷാ ഖാൻ മൂപ്പര് നല്ല ഫിറ്റാ. എന്താ കാര്യം? നല്ല ക്ലാസ് ഫാൻ. ആവശ്യം അറിയിച്ചു.
ദക്ഷിണ വെക്കാൻ പറഞ്ഞു. ഒരു ദിന്റെ വോട്ടക്കേശയിൽ എന്താ ഉള്ളേ? സവനോം കി ജിന്ദഗി ജോ കഭി നഹി ഖതം ഹോ ജാതി ഹൈ. ശംഭോ മഹാദേവ്. പേരെങ്ങനെയായിരുന്നു പുള്ളിന്റെ? സുമേഷ് മോഹൻലാൽ. അയ്യോ, ഈ ഒരൊറ്റ സാധനം കൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. അവിടെ നിന്ന് പുഴുങ്ങായിരുന്നെങ്കിലോ. ശരി, ഓക്കെ. എന്തായാലും ശരിക്കും എന്താ പറയാ, അത്രയും ടാലന്റഡ് ആയിട്ടോ. കാരണം ചേച്ചിമാര് പൊതുവെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി റെയർ അല്ലേ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. രണ്ടുപേർക്കും ഒരു വലിയ കൈഡി കൊടുക്കാം കേട്ടോ. താങ്ക് യു.